പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ 6th സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 60 ഈ 4 ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന തുകകൾ കണക്കാക്കുക. ഒരു മിനിറ്റ് പിള്ളേരെ, മക്കളെ, നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് വെച്ചിട്ട് ടീച്ചറിൻ്റെ വീഡിയോ കാണണം. ടീച്ചറുടെ കയ്യിൽ ഇംഗ്ലീഷ് മീഡിയത്തിന് ടെക്സ്റ്റ് ഇല്ല, അതുകൊണ്ടാട്ടോ ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന തുകകൾ കണക്കാക്കുക. 5/6 + 1/3, 7/8 + 1/4, 5/6 + 1/4. ഞാനിതിനെ ക്വസ്റ്റ്യൻ എല്ലാം വായിക്കണേ അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. 5/6 + 1/3 എന്ന് തുടങ്ങാം. ഓക്കെ. 5/6 + 1/3 ഇതാണ് നമുക്ക് ചെയ്യേണ്ട ചോദ്യം. ഇത് ആഡ് ചെയ്യുമ്പോൾ നോക്കുക, ഡിനോമിനേറ്ററിൽ ഇവിടെ 6 കിടക്കുന്നു, ഇവിടെ 3 കിടക്കുന്നു. നമ്മളെപ്പോഴും ഈ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പം ഈ 3നെ 6 ആക്കാനാണ് ഈസി അല്ലേ. അപ്പം എന്ത് ചെയ്യുക, ഈ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതേ നമ്പർ കൊണ്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇതിൽ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ തന്നെ എഴുതണം, 5/6 + 1 2s are 2/3 2s are 6. കണ്ടോ, രണ്ടും ഒരേപോലെയായി. ഇനി നിങ്ങൾ നോർമലി ഈ സെയിം ഡിനോമിനേറ്ററായ മുകളിലത്തെ വെറുതെ കൂട്ടിയാൽ മതി. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യാൻ പോണത്. നമുക്ക് ഒന്നും മിച്ചവും കിട്ടണം, ഒന്നും അതിൻ്റെ ബാലൻസ് എന്താണോ അങ്ങനെ കിട്ടണം. അപ്പോൾ ഈ 5/6 എപ്പോഴാണ് 1 ആകുക, ഒരു 1 കൂടെ ചേർത്താൽ 6/6 എന്ന് പറയുന്ന 1 ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്നുള്ള ഉത്തരം കിട്ടും. 1 6 are 0, ആൻസർ ഈസ് 1. അപ്പോൾ ഒരേ നമ്പർ താഴെയും മുകളിലും വന്നാൽ നമുക്ക് ആൻസർ 1 കിട്ടും. അപ്പോൾ ഈ 5/6ൻ്റെ കൂടെ എവിടെന്നെങ്കിലും ഒരു 1 വന്നാൽ മതി അല്ലേ. അപ്പോൾ നോക്കുക, ഞാൻ ഈ 2/6നെ എന്താക്കി മാറ്റി. 2/6 എന്ന് പറഞ്ഞാൽ 1/6 + 1/6 എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. 1 + 1 2 വരും, 2/6 എന്ന് കിട്ടും. ശരിയല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഒന്ന് മാറ്റി എഴുതി. എങ്ങനെ, 5/6 അങ്ങനെ തന്നെ നിർത്തി. ഇത് 1/6 + 1/6. അപ്പോൾ ഇത് രണ്ടും ഇനി നമുക്ക് ആഡ് ചെയ്യാം. എന്ത് വരും, ഇത് 5 1 6, 6/6 + 1/6. 6/6 എത്രയാണ്, 1 1ഉം 1/6 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഏത്, 5/6 + 1/3യുടെ ആൻസർ 1/6. ക്ലിയർ ആയോ? രണ്ടാമത്തെ ചോദ്യം, 7/8 + 1/4. എനിക്ക് മുന്നേ നിങ്ങൾ പറഞ്ഞു പോവുകയാണെങ്കിൽ ഈസി ആയിരുന്നു. എന്താ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് ഓർത്ത് നോക്കിയേ, ഡിനോമിനേറ്റേഴ്സ് നമുക്ക് സെയിം ആക്കണം. അപ്പോൾ 8 എന്നുള്ള നമ്പർ ആക്കാൻ ഈസി. 4നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി, 2 4s are 8. സോ 7/8 എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതണം. പ്ലസ് 1/4 × 2 ഇവിടെ കൊടുത്തു, അതേ 2 ഇവിടെ കൊടുത്തു. അപ്പോൾ ഇതെന്തായി, 7/8 + 2/8. ഇനി നമുക്ക് എന്താവണം, 8/8 എന്ന് കിട്ടണ്ടേ, എന്നല്ലേ 1 ആവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പിരിച്ചു. തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് തന്നെ ഓർത്ത് പറഞ്ഞാൽ മതി. 2/8 എങ്ങനെ എഴുതും, 1/8 + 1/8. അപ്പോൾ ഇതെന്തായി, 7 1, ഇത് രണ്ടും ഒന്നിച്ചായി. 7 + 1 എന്തായി, 8/8 + 1/8. 8/8 എന്താണെന്ന് അറിയാം നമുക്ക്, 1 ആണെന്നറിയാം. സോ 1/8 ആണ് ഫൈനൽ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 5/6 + 1/4. അപ്പോൾ നമുക്കിവിടെ 5/6 വന്നപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഇത് 6/6 ഇവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്യണം. അപ്പോൾ അതിനിവിടെയുള്ള എന്തെങ്കിലുമൊക്കെ മാർഗം ഉണ്ടോ എന്ന് ആലോചിക്കണം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം പറ്റിയിടാൻ പിള്ളേരെ നോക്കിക്കേ, ഇത് 6ഉം ഇത് 4ഉം ആണ്. ഒരിക്കലും 6നെ ഏതെങ്കിലും ഒരു നമ്പർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടുമോ, ഇല്ല. അല്ലെങ്കിൽ 4നെ ഏതെങ്കിലും ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടുമോ. അപ്പോൾ അവിടെ ആകെപ്പാടെ പ്രശ്നമായില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 6ൻ്റെ ഫസ്റ്റ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കുക. ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലൈ അതറിയാം, നമ്മൾ 5ൽ പഠിച്ചത്. ആ 6ൻ്റെ ടേബിൾ 6 1s are 6, 6 2s are 12, 6 3s are 18. 4ൻ്റെ ടേബിൾ ചൊല്ലി 4 1s are 4, 4 2s are 8, 4 3s are 12. കണ്ടോ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ രണ്ടുപേരിലും ഒരുപോലെ വരുന്ന ആരാണ്, 12 ആണ്. അപ്പോൾ നമ്മൾ എന്താക്കുക, ഈ നമ്പറിനെ 12ലേക്ക് നമ്മൾ മാറ്റണം. അപ്പം അതിനെന്ത് ചെയ്യണം, ഇത് 12 ആകണമെങ്കിൽ × 2 ചെയ്താൽ മതി. ഇത് 2 ആവണം, 12 ആണെങ്കിൽ ഇത് × 3 ചെയ്താൽ മതി. സോ ഈ നമ്പർ എങ്ങനെ വരും, 5/6 × 2/2 +
1/4 ഇൻറ്റു 3/3. ക്ലിയർ ആയോ? 5 2s are 10/12 പ്ലസ് 1 3s are 3/12. അപ്പോൾ നോക്ക് 10/12 12/12 എന്ന് വന്നാലേ 1 കിട്ടുള്ളൂ നമുക്ക്. സോ 2 ഇവിടെ വന്നാൽ മതി. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? 10/12 അങ്ങനെ തന്നെ എഴുതിയിട്ട് ഈ 3നെ നമുക്ക് എങ്ങനെ എഴുതാം? 2/12 പ്ലസ് 1/12 എന്ന് നമ്മൾ എഴുതുന്നു. ഓക്കെ, 2/12 1/12 സെയിം ഡിനോമിനേറ്റർ ആകുമ്പോൾ മുകളിൽ നിന്ന് കൂട്ടാം. സോ 12/12 പ്ലസ് 1/12. 12/12 എത്രയാണ്? 1/2. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു 5ാമത്തെ ചോദ്യം. മിക്സഡ് ഫ്രാക്ഷനാണ് വന്നിരിക്കുന്നത്. 2 1/3 പ്ലസ് 3 1/2. അപ്പോൾ നോക്കുക, ഇത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 2 പ്ലസ് 1/3 പ്ലസ് 3 പ്ലസ് 1/2 എന്നാണല്ലോ. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ ഇൻറ്റീജേഴ്സിനെ ആദ്യം എടുത്ത് എഴുതുക. 2ഉം പ്ലസ് 2ഉം 3ഉം 2 പ്ലസ് 3 ആദ്യം ആഡ് ചെയ്തു. ദെൻ 1/3 പ്ലസ് 1/2. അപ്പോൾ ഈ സെക്കൻഡ് ഭാഗമാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഓൾറെഡി അറിയാമല്ലോ. 3 2 5 പ്ലസ് ഇവിടെ എന്താക്കണം? നമുക്ക് സെയിം ഡിനോമിനേറ്റർ ആകും. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 6 അല്ലേ. സോ ഇവിടെ 3 2s are ചെയ്തു, ഇവിടെ 2 3s are. സോ ഇതെന്ത് വരും? കാണത്തില്ലല്ലോ, ഒന്നുകൂടെ എഴുതാം. 1/3 പ്ലസ് 1/2 ആയിരുന്നു. നമുക്ക് സെയിം ഡിനോമിനേറ്ററൊക്കെ ഞാൻ ഇവിടെ ഇൻറ്റു 2 ചെയ്തു. സോ അപ്പോൾ ഇവിടെ ഇൻറ്റു 2, ഇവിടെ ഇൻറ്റു 3 ചെയ്തു. അപ്പോൾ ഇവിടെ ഇൻറ്റു 3 ചെയ്തു. സോ ഫൈനൽ ആൻസർ എന്ത് വരും? 3 2 5 പ്ലസ് 1 2s are 2/6 പ്ലസ് 3/6. പിന്നെ ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ആഡ് ചെയ്താവുന്നുള്ളൂ. സോ 5 പ്ലസ് 5/6 മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം? 5 5/6 എന്ന് എഴുതാം.